ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ചിക്കൻ ബ്രോസ്റ്റഡാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോസ്റ്റഡ് മിക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ബ്രോസ്റ്റ് മിക്സ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. 350 ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇതിൽ 2 പാക്കറ്റാണ് വരുന്നത്. ചെറിയ പാക്കറ്റ് മാരിനേഷൻ മിക്സും വലിയ പാക്കറ്റ് ബ്രെഡ് മിക്സും. അപ്പോൾ ചെറിയ പാക്കറ്റിലെ മസാല നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മിക്സ് ചെയ്തിട്ടൊരു ലിക്വിഡ് രൂപത്തിലാക്കണം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിവിടെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വറുത്തെടുക്കുകയല്ല. ഇത് നമ്മൾ ആവിയിലാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ എയർ ഫ്രൈനറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിയാവില്ലെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മസാല എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് രണ്ടാമത്തെ പാക്കറ്റിലെ ബ്രെഡ് മിക്സ്. ഇതെനിക്ക് തോന്നുന്നു കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെ മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മസാല പൊട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ബ്രെഡ് മിക്സിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കുക. മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് മിക്സിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് തയ്യാറാക്കുന്ന എയർ ഫ്രൈനറിലോട്ട് മാറ്റണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ സാധാരണ ബ്രോസ്റ്റഡിൽ കാണുന്ന പോലെ അതിൻ്റെ ആ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രോസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 15-20 മിനിറ്റ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയേക്കാം നമുക്ക്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ മൂടി ആവാണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൂടി നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോഴാണ് ശരിക്കും ബ്രോസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സർവിങ് പാനിലോട്ട് മാറ്റാം. ആവിയിൽ വറുത്തെടുത്തുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. എന്നാലും കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്.